നടൻ ദിലീപിനെ തിരിച്ചെടുത്തതിന് പിന്നാലെ താരസംഘടനയായ അമ്മയിൽ പൊട്ടിത്തെറി. വനിതാ കൂട്ടായ്മയായ WCCയിൽ അംഗങ്ങളായ 4 നടിമാർ അമ്മയിൽ നിന്നും രാജിവെച്ചു. ആക്രമിക്കപ്പെട്ട നടിയെ കൂടാതെ റിമ കല്ലിങ്കൽ, ഗീതു മോഹൻദാസ്, രമ്യ നമ്പീശൻ എന്നിവരാണ് അമ്മ വിട്ടത്. സിനിമാ മേഖലയിലെ വനിതാ കൂട്ടായ്മയായ WCCയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് 4 നടിമാരും രാജി പ്രഖ്യാപിച്ചത്. ദിലീപിനെ തിരിച്ചെടുത്തതല്ല രാജിക്ക് കാരണമെന്നാണ് ആക്രമിക്കപ്പെട്ട നടി ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സംഘടനയിൽ നിന്നും മോശം അനുഭവമാണ് മുൻപും ഉണ്ടായിട്ടുള്ളത്. കുറ്റാരോപിതനെ സംരക്ഷിക്കാൻ സംഘടന ശ്രമിച്ചു. ദിലീപ് മുൻപ് തന്റെ ഒരുപാട് അവസരങ്ങൾ തട്ടിമാറ്റി. സംഘടനയ്ക്ക് പരാതി നൽകിയെങ്കിലും ഗൗരവമായി എടുത്തില്ലെന്നും ഈ സാഹചര്യത്തിൽ അമ്മയിൽ നിന്ന് രാജിവെക്കുന്നുവെന്നും ആക്രമിക്കപ്പെട്ട നടി ഫേസ്ബുക്കിൽ കുറിച്ചു. ഇതിന് തൊട്ടുപിന്നാലെയാണ് അവൾക്കൊപ്പം ഞങ്ങളും എന്ന തലക്കെട്ടോടെ ഗീതു മോഹൻദാസ്, രമ്യ നമ്പീശൻ, റിമ കല്ലിങ്കൽ എന്നിവരും രാജി പ്രഖ്യാപിച്ചത്. വഞ്ചനാപരവും മനുഷ്യത്വരഹിതവുമായ നിലപാടാണ് അമ്മ സ്വീകരിച്ചതെന്ന് രമ്യ നമ്പീശൻ ആരോപിക്കുന്നു. ഞങ്ങളുടെ ശബ്ദം അമ്മ സംഘടനയിൽ മുങ്ങിപ്പോകുന്നുവെന്നും രാജി തീരുമാനം മുൻപേ ഉണ്ടാകേണ്ടതായിരുന്നുവെന്നും ഗീതു മോഹൻദാസ് രാജി പ്രഖ്യാപിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചു. തൊഴിലിടത്തിൽ ആത്മാഭിമാനത്തോടെ തുടരാനുള്ള കരുത്തുണ്ടാവാനാണ് രാജിയെന്നാണ് റിമയുടെ നിലപാട്. വനിതാ കൂട്ടായ്മയിലെ മറ്റു ചില താരങ്ങൾ കൂടി വരും ദിവസങ്ങളിൽ രാജി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. പ്രമുഖ നടി മഞ്ജു വാര്യരും ഈ പട്ടികയിൽ ഉൾപ്പെടും. എന്നാൽ സംഘടന വിട്ട നടിമാരുടെ കാര്യം തൽക്കാലം ചർച്ച പോലും ചെയ്യേണ്ട എന്നാണ് അമ്മ സംഘടനയുടെ തീരുമാനം. വിഷയത്തോട് പ്രതികരിക്കാൻ പോലും അമ്മ ഭാരവാഹികൾ തയ്യാറല്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ 11ഉം 12ഉം പ്രതികളും അഭിഭാഷകരുമായ പ്രതീഷ് ചാക്കോ, രാജു ജോസഫ് എന്നിവർ നൽകിയ വിടുതൽ ഹർജി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. കേസിൽ തെളിവ് നശിപ്പിച്ചതിൽ ഇരുവർക്കും പങ്കുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചായിരുന്നു നടപടി. അഭിഭാഷകർ വിചാരണ നേരിടണം എന്ന കോടതി ഉത്തരവിട്ടു. ഇതിനിടെ കേസിന്റെ പ്രധാന രേഖകളൊന്നും അന്വേഷണ സംഘം ഇനിയും നൽകിയിട്ടില്ല എന്ന് ദിലീപ് കോടതിയെ അറിയിച്ചു. ഫോറൻസിക് റിപ്പോർട്ട് അടക്കം ചില രേഖകൾ അപൂർണമായാണ് നൽകിയത് എന്നും ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. സിബി ജോസഫ് വിവരങ്ങൾ നൽകും. സിബി, മറ്റ് വിശദാംശങ്ങൾ കൂടി. അരുൺ, ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഈ അഭിഭാഷകരായ പ്രതീഷ് ചാക്കോ, രാജു ജോസഫ് ഇവർ 11ഉം 12 പ്രതികളാണ്. ഇവർ നൽകിയ വിടുതൽ ഹർജിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയത്. ഇവർക്കെതിരെ തെളിവുകളുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഈ നടപടി. ഈ നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ നശിപ്പിച്ചതായിരുന്നു പ്രതീഷ് ചാക്കോയും രാജു ജോസഫും എതിരായ കേസ്. ഈ മുഖ്യപ്രതിയായ പൾസസുനി ഇവരെയാണ് ഈ ഫോൺ ഏൽപ്പിച്ചതെന്നായിരുന്നു മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവർക്കെതിരെ കേസെടുത്തിരുന്നത്. എന്നാൽ ഇത് തന്നെ ഈ വിചാരണ ചെയ്യുന്നതിന് മതിയായ തെളിവുണ്ടെന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ വിടുതൽ ഹർജി തള്ളുകയും കോടതി ചെയ്തു. മാത്രമല്ല വിചാരണ നേരിടണമെന്നും കോടതി ഉത്തരവിടുകയും ചെയ്തു. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നടന്നത് ദിലീപുമായി ബന്ധപ്പെട്ടുണ്ട്. ദിലീപിന് കൂടുതൽ രേഖകൾ വേണമെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. എന്നാൽ പ്രോസിക്യൂഷൻ പറഞ്ഞത് 41ഓളം രേഖകൾ ദിലീപിന് നൽകിയിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ നൽകാനാവില്ലെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. എന്നാൽ ഫോറൻസിക് റിപ്പോർട്ട് അടക്കമുള്ള ചില കാര്യങ്ങൾ ലഭിക്കാനുണ്ടെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ വീണ്ടും ആവശ്യപ്പെട്ടു. ഈ ഒരു ഘട്ടത്തിൽ കോടതി നിങ്ങൾ ഇത്തരത്തിൽ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോടതിയെ നടപടികൾ വൈകിപ്പിക്കരുതെന്ന് കോടതി ശാസിക്കുകയും ചെയ്തു. നിങ്ങൾ ഈ പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കാതെ ഓരോ ഹർജികൾ നൽകി കോടതിയിലെ കേസുകൾ വൈകിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും കോടതി വാക്കാൽ പറയുകയുണ്ടായി. എന്തായാലും ഈ ഒരു കാര്യത്തിൽ മതിയായ രേഖകൾ, ഏതൊക്കെ രേഖകൾ വേണമെന്ന് കൃത്യമായി എഴുതി നൽകാനും കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് ഈ മാസം അടുത്ത മാസം 11-ാം തീയതി പരിഗണിക്കും. അതോടൊപ്പം തന്നെ പൾസസുനി അടക്കമുള്ള മറ്റ് പ്രതികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇവരെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിലായിരുന്നു ഇവരെ ഹാജരാക്കിയത്. ഇവരെ ഈ മാസം 11 വരെയും ഇവരെ വീണ്ടും റിമാൻഡിലേക്ക് വിടുകയും ചെയ്തു. അരുൺ. സിബി ജോസഫ്, കൊച്ചിയിൽ നിന്ന്. കോഴിക്കോട് നിപ ബാധിതരെ ചികിത്സിച്ച ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ഇൻക്രിമെന്റ് നൽകാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. 12 ജൂനിയർ റെസിഡന്റുമാരെയും 3 സീനിയർ റെസിഡന്റുമാരെയും സ്വർണ്ണ മെഡൽ നൽകി ആദരിക്കും. ലിനിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. ലെസ്ലി ജോൺ, എന്തൊക്കെയാണ് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ? നിപ ബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ചികിത്സയിൽ മാതൃകാപരമായി സേവനമനുഷ്ഠിച്ച ഡോക്ടർമാരെ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർക്ക് ഒരു മുൻകൂർ ഇൻക്രിമെന്റ് നൽകാനാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. നിപ രോഗ നിയന്ത്രണത്തിന് ജീവഭയമില്ലാതെ പ്രവർത്തിച്ചവരെ അംഗീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇൻക്രിമെന്റ് നൽകുന്നത്. 4 അസിസ്റ്റന്റ് പ്രൊഫസർമാരും 19 സ്റ്റാഫ് നഴ്സുമാരും 7 നഴ്സിംഗ് അസിസ്റ്റന്റുമാരും അടക്കം
61 പേർക്കാണ് ഇൻക്രിമെന്റ് അനുവദിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ 12 ജൂനിയർ റെസിഡന്റ്മാർക്കും 3 ജൂനിയർ റെസിഡന്റ്മാർക്കും 1 പവന്റെ സ്വർണ്ണ മെഡൽ നൽകി ആദരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നിപ ബാധിതരെ ചികിത്സിക്കുന്നതിനിടയിൽ രോഗം ബാധിച്ച് മരിച്ച നേഴ്സ് ലിനി പുതുശ്ശേരിയുടെ സ്മരണാർത്ഥം സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന മികച്ച നേഴ്സിനുള്ള അവാർഡ് ഏർപ്പെടുത്താനും ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. അരുൺ. ലെസ്ലി ജോൺ വിവരങ്ങൾ നൽകിയത്. എടപ്പാൾ തിയേറ്റർ പീഡന കേസിൽ തിയേറ്റർ ഉടമയെ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമെന്ന് ക്രൈംബ്രാഞ്ച്. തിയേറ്റർ ഉടമയെ കേസിലെ സാക്ഷിയാക്കും. തിയേറ്റർ ഉടമ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്ന വാദം നിലനിൽക്കില്ലെന്നും ക്രൈംബ്രാഞ്ച്. ക്രൈംബ്രാഞ്ച് SP സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന അന്വേഷണത്തിലാണ് ലോക്കൽ പോലീസിന്റെ വീഴ്ച വ്യക്തമായത്. പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ കൈമാറുന്നതിൽ തിയേറ്റർ ഉടമ സതീശൻ വീഴ്ച വരുത്തിയെന്ന പോലീസ് വാദത്തിന് അടിസ്ഥാനമില്ല. ദൃശ്യങ്ങൾ ഇയാൾ പ്രചരിപ്പിച്ചിട്ടില്ലെന്നും ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തി. ഈ സാഹചര്യത്തിലാണ് സതീശനെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ചത്. സതീശനെ പ്രതിയാക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച മലപ്പുറം DCRB DYSP ഷാജി ജോസഫിനെ സ്ഥലം മാറ്റുകയും ചെയ്തു. തുടർന്ന് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് 1 മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു. ഇടക്കാല റിപ്പോർട്ട് ഉണ്ടാകില്ല. ഏപ്രിൽ 18-നാണ് 10 വയസ്സുകാരിയായ പെൺകുട്ടി തിയേറ്ററിനുള്ളിൽ പീഡിപ്പിക്കപ്പെട്ടത്. കുട്ടിയുടെ അമ്മയെയും പാലക്കാട് തൃത്താല സ്വദേശി മൊയ്തീൻകുട്ടിയെയും കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചെങ്ങന്നൂരിൽ KSRTC ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച 4 പേർ മരിച്ചു. ചെങ്ങന്നൂർ മുളക്കുഴയിലാണ് അപകടമുണ്ടായത്. ആലപ്പുഴ സ്വദേശികളാണ് മരിച്ചത്. ചെങ്ങന്നൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് പോവുകയായിരുന്ന ബസ്സും ചെങ്ങന്നൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. 3 പേർ സംഭവ സ്ഥലത്ത് വെച്ചും ഒരാൾ ആശുപത്രിയിലേക്കുള്ള വഴിയുമാണ് മരിച്ചത്. ചെങ്ങന്നൂർ അപകടം തകർത്തത് നിരവധി കുടുംബങ്ങളെയാണ്. അപകടത്തിൽ ഓരോ കുടുംബത്തിനും നഷ്ടമായത് കുടുംബത്തിന്റെ നെടുന്തൂണുകൾ. ഇവരെ ആശ്രയിച്ചായിരുന്നു ഇത്രയും നാൾ പട്ടിണി കൂടാതെ കഴിഞ്ഞത്. ബാപ്പ നഷ്ടപ്പെട്ടത് അറിയാതെ മക്കൾ കളിച്ചു നടക്കുമ്പോഴും ജീവിതം ഇനി എങ്ങനെയെന്ന ചിന്തയാണ് ഈ കുടുംബങ്ങൾക്ക് ഉള്ളത്. പിക്കപ്പ് വാനും KSRTC ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ആലപ്പുഴ സ്വദേശികളായ 4 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ആലപ്പുഴ CV വാർഡ് സ്വദേശികളായ പുതുവൽപുരയിടത്തിൽ സജീവ് 39, പുതുവൽപുരയിടത്തിൽ ബാബു 40, പള്ളിപ്പുരയിടത്തിൽ ബാബു 44, വെള്ളയമ്പിപ്പുരയിടത്തിൽ ആസാദ് 45 എന്നിവരാണ് മരണപ്പെട്ടത്. രാവിലെ 6:45ഓടെ മുളക്കുഴ KCB ജംഗ്ഷനിലെ വളവിലായിരുന്നു അപകടം നടന്നത്. പന്തളം ഭാഗത്തു നിന്ന് വന്ന മിനി ലോറി KSRTC ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത്. വാഹനം പൊളിക്കൽ ഉൾപ്പെടെയുള്ള ജോലി ചെയ്തു വന്നിരുന്ന മരണപ്പെട്ട 4-അംഗ സംഘം കരുനാഗപ്പള്ളിയിലെ ജോലിക്ക് ശേഷം ചെങ്ങന്നൂർ ഭാഗത്തേക്ക് മടങ്ങി വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. സംഭവ സ്ഥലത്ത് വെച്ച് 3 പേരാണ് മരണപ്പെട്ടത്. ഒരാൾ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു. വാഹനത്തിൽ മരിച്ചവരെ കൂടാതെ 2 ബംഗാൾ സ്വദേശികളുമുണ്ടായിരുന്നു. സാരമായി പരിക്കേറ്റ ഇവരെ മുളക്കുഴ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ പിക്കപ്പ് വാൻ പൂർണ്ണമായും തകർന്നു. പിക്കപ്പ് വാൻ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. 4 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കാസർഗോഡ് നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ 11 പേർ യമനിലെത്തി. സംഘത്തിലുണ്ടായിരുന്ന സവാദിന്റെ ശബ്ദ സന്ദേശം ബന്ധുക്കൾക്ക് ലഭിച്ചു. സണ്ണി ജോസഫ് വിവരങ്ങൾ നൽകും. സണ്ണി, പുതിയ വിവരങ്ങൾ. അരുൺ, ഇന്നലെ രാത്രി 10 മണിയോടെയാണ് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ 11 അംഗങ്ങളടങ്ങുന്ന കുടുംബങ്ങളെ കാണാനില്ല എന്ന പരാതിയുമായി ഒരാളുടെ ബന്ധു പോലീസിൽ പരാതി നൽകിയത്. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് സംബന്ധിച്ച ഇനിയും കൈവരാത്തത്. എന്നാൽ ഇവർ യമനിലേക്ക് എത്തിച്ചേർന്നതായിട്ടുള്ള ശബ്ദരേഖ പിന്നീട് നമുക്ക് അവരുടെ സുഹൃത്തുക്കൾ വഴി ലഭ്യമാകുകയുണ്ടായി. കാണാതായ സവാദിന്റെ കാസർഗോഡ് മൊഗരാലിലെ സവാദിന്റെ കുടുംബത്തിലെ 6 പേരും കാസർഗോഡ് അണങ്കൂരിലെ അൻവറിന്റെ കുടുംബത്തിലെ 5 പേരും ഭാര്യയും കുട്ടികളടങ്ങുന്ന 5 പേരും, ഇങ്ങനെ 11 പേരെയാണ് കാണാതായിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള പരാതിയിൽ കാസർഗോഡ് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. എന്നാൽ സവാദ് തങ്ങളുടെ വീടുമായി ബന്ധമുണ്ടെന്നും മതപഠനവുമായി ബന്ധപ്പെട്ടാണ് ഇവർ യമനിലെത്തിയിട്ടുള്ളതെന്നും അവിടെ ദർക്കസിൽ കുട്ടികൾ മതപഠനം നടത്തി വരികയാണെന്നും സവാദിന്റെ പിതാവ് അർഷഫ് അല്പം മുമ്പ് കൈരളി TVയോട് പറഞ്ഞു. തന്റെ മകന്റെ യമൻ യാത്രയിൽ യാതൊരു ദുരൂഹതയില്ലെന്നും ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുമായി അദ്ദേഹത്തിന് ബന്ധമില്ലെന്നും പിതാവ് അർഷഫ് പറയുന്നു. എന്നാൽ സവാദിന്റെ ഭാര്യ പിതാവാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു പരാതി നൽകിയിരിക്കുന്നത്.
ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ NIA ഏൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ കാസർഗോഡ് പടന്നയിൽ നിന്നും 21ഓളം ആളുകൾ കുടുംബസമേതം ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സ്ഥിതിയുണ്ടായിരുന്നു. ഇവര് പിന്നീട് അഫ്ഗാനിസ്ഥാനിലെ IS താവളത്തിൽ എത്തിച്ചേരുകയുണ്ടായി. ഇതിൽ 3-4 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്ന് ഈ 2 കുടുംബങ്ങളുടെ യാത്രയും ദുരൂഹമായ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അരുൺ. സണ്ണി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിൽ TTV ദിനകരൻ പക്ഷത്തുള്ള അയോഗ്യരാക്കപ്പെട്ട 18 MLA-മാർ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. അയോഗ്യതാ സംഭവത്തിൽ കേസ് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റണം എന്നായിരുന്നു MLA-മാരുടെ ആവശ്യം. നേരത്തെ കേസ് പരിഗണിച്ചിരുന്നത് മദ്രാസ് ഹൈക്കോടതിയിലെ 2-അംഗ ബെഞ്ചായിരുന്നു. ബെഞ്ചിൽ ജസ്റ്റിസ് M സത്യനാരായണനെ കൂടി ഉൾപ്പെടുത്താനും കോടതി വിധിച്ചു. ജസ്റ്റിസ് അരുൺ മിശ്ര, SK കൗൾ എന്നിവരടങ്ങുന്ന അവധിക്കാല ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഭേദഗതിയും ഓർഡിനൻസും നെൽവയൽ തണ്ണീർത്തട നിയമത്തെ ശക്തിപ്പെടുത്തുമെന്ന് കാനം രാജേന്ദ്രൻ. LDF-ന്റെ പൊതു തീരുമാനമാണ് ഭേദഗതിയും ഓർഡിനൻസും. ഭേദഗതിയോ നിയമത്തെയോ കുറിച്ച് അറിവില്ലാത്തവർ കഥകൾ കെട്ടിച്ചമയ്ക്കുകയാണെന്നും കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ച പ്രതിപക്ഷത്തോടൊപ്പം മാധ്യമങ്ങൾ നിന്നിട്ട് കാര്യമില്ലെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. CPI-യുടെ നിലപാട് തന്നെയാണ് ഭേദഗതിയായി വന്നിട്ടുള്ളതെന്നും കാനം രാജേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. നിങ്ങൾക്ക് ആ ഭേദഗതിയെക്കുറിച്ചോ നിയമത്തെക്കുറിച്ചോ അറിവില്ലായ്മ കൊണ്ട് പറയുന്ന കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ ശക്തിപ്പെടുത്താൻ മാത്രമേ ഈ ഓർഡിനൻസും ഈ ഭേദഗതിയും ഉള്ളൂ. ഉറപ്പാണ്. കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ച് പ്രതിപക്ഷത്തോടൊപ്പം മാധ്യമങ്ങൾ നിന്നിട്ട് കാര്യമില്ല. ഈ നിയമം ഒരു കാരണവശാലും ഇതിനെ ദുർബലപ്പെടുത്തുന്നതല്ല, ഇതിനെ ശക്തിപ്പെടുത്തുന്നതാണ്. CPIക്ക് അങ്ങനെ യാതൊരു ആവശ്യവും ഉന്നയിച്ചിട്ടില്ല. CPI ഉന്നയിച്ച ആവശ്യങ്ങൾ തന്നെയാണ് ആസ് റിപ്പോർട്ടഡ് ബൈ ദ സബ്ജക്ട് കമ്മിറ്റി ബില്ല് വന്നിട്ടുള്ളത്. ഓർഡിനൻസിന് പകരമുള്ള ബില്ല് വന്നിട്ടുള്ളത്. മറ്റെല്ലാം പ്രചരണങ്ങളാണ്. CPIയുടെ നിലപാട് തന്നെയാണ് ഈ ഭേദഗതിയായിട്ട് വന്നിട്ടുള്ളത്. ഉമ്മൻചാണ്ടി ഒപ്പിട്ട വിഴിഞ്ഞം പദ്ധതിയിൽ വൻ ക്രമക്കേട് നടന്നതായി PC ജോർജ്. അദാനിക്കായി ഉമ്മൻചാണ്ടി കരാറിൽ വിട്ടുവീഴ്ച ചെയ്തുവെന്നും പിണറായി സർക്കാർ ഇത് അന്വേഷിക്കണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ട് പോകുമെന്നും PC ജോർജ് പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതി സ്വപ്ന പദ്ധതിയാണെന്ന് പറയുമ്പോൾ ആ സ്വപ്നത്തെ വിറ്റ് കാശാക്കിയവനാണ് ഉമ്മൻചാണ്ടി എന്ന് പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. അതുകൊണ്ട് കേരള സർക്കാർ പ്രിയങ്കരനായ പിണറായി ഗവൺമെന്റ് ചെയ്യേണ്ടത് കേരളത്തിലെ ഏറ്റവും മിടുമിടുക്കന്മാരായ നല്ല കൊള്ളാവുന്ന ഐക്യ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പുതിയ ഒരു പോലീസ് ടീമിനെ നിശ്ചയിച്ചുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞം കരാറിലെ അഴിമതി വിശദമായി അന്വേഷിക്കുകയും കേസെടുക്കുകയും അത് കൊള്ള നടത്തിയ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ കൽത്തുറകൾ അടയ്ക്കാനുള്ള അവസരം ഉണ്ടാക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ടോം ജോസ് പുതിയ ചീഫ് സെക്രട്ടറിയാകും. നിലവിലെ ചീഫ് സെക്രട്ടറി പോൾ ആന്റണി ഈ മാസം 30-ന് വിരമിക്കുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. ടോം ജോസിന് 2020 മാർച്ച് വരെ കാലാവധിയുണ്ട്. ഭക്ഷ്യ സെക്രട്ടറി മിനി ആന്റണിക്ക് സഹകരണ സെക്രട്ടറിയുടെ അധിക ചുമതല നൽകി. തൊഴിൽ നൈപുണ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ ആശ തോമസിനെയും കേരള സ്റ്റേറ്റ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ MD-ആയി മുഹമ്മദ് ഹനീഷിനെയും നിയമിച്ചു. സുബ്രതോ ബിശ്വാസിന് നികുതി എക്സൈസ് വകുപ്പ് അധിക ചുമതലയും നൽകി. 6 പുതിയ പോലീസ് സ്റ്റേഷനുകൾ തുടങ്ങാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിന്റെ വർധന ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണെന്ന് CMIE റിപ്പോർട്ട്. നോട്ട് നിരോധനവും GSTയും തൊഴിൽ മേഖലയ്ക്ക് ഇരട്ട പ്രഹരമായെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ 4 വർഷം പിന്നിടുമ്പോഴാണ് രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തുവരുന്നത്. 2018 ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 6.6% വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം ഇതേ സ്ഥാനത്ത് 4.71% തൊഴിലില്ലായ്മ നിരക്ക്. സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമിയാണ് 2011 ജനസംഖ്യ അടിസ്ഥാനത്തിൽ സർവേ നടത്തിയത്. ഇത് പ്രകാരം 121 കോടി ജനസംഖ്യയുള്ള രാജ്യത്ത് 86 കോടി പേരാണ് തൊഴിലെടുക്കാൻ പ്രാപ്തരായവർ. അതായത് 15-നും 59-നും ഇടയിൽ പ്രായമുള്ളവർ. എന്നാൽ ഇവരിൽ 53% മാത്രമാണ് നിലവിൽ തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്തുന്നത്. അതേസമയം 1.3 കോടി ജനങ്ങൾ 15 മുതൽ 59 എന്ന പ്രായഘടനയിൽ നിന്നും പുറത്തു കടക്കുമ്പോൾ 2.5 കോടി ജനങ്ങൾ ഇതിലേക്ക് പുതിയതായി കടന്നു വരുന്നു. അതായത് പ്രതിവർഷം പുതിയതായി സൃഷ്ടിക്കപ്പെടേണ്ട തൊഴിലുകൾ 1.2 കോടി. ലോകബാങ്കിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ പ്രതിവർഷം 1.56 കോടി പുതിയ തൊഴിലവസരങ്ങൾ അനിവാര്യമാണ്. 2014 നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു രാജ്യത്ത് പ്രതിവർഷം 2.5 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നത്.
എന്നാൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെടുക മാത്രമല്ല, നിലവിൽ തൊഴിലെടുക്കാൻ പ്രാപ്തരായവരിൽ നിന്ന് തൊഴിൽ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കുറയ്ക്കാനും കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ വർഷം 1.83 കോടി പേർക്ക് തൊഴിൽ നഷ്ടമാകുമെന്നാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ പ്രവചനം. 2019 ഇത് 1.89 കോടിയാകുമെന്നും തൊഴിൽ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മാർക്സ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നടന്നു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, വൈദ്യുതി ബോർഡ് ഡയറക്ടറും പ്രമുഖ എഴുത്തുകാരനുമായ ഡോക്ടർ V ശിവദാസന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. കാൾ മാർക്സിന്റെ 200ാം ജന്മവാർഷികത്തോട് അനുബന്ധിച്ചായിരുന്നു പുസ്തക പ്രകാശനം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രസാധകർ. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫസർ V കാർത്തികേയൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ P ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കും. TMC MP സുഖേന്ദു ശേഖർ റോയ് സ്ഥാനാർത്ഥിയാകും എന്നാണ് റിപ്പോർട്ട്. പ്രതിപക്ഷ ഐക്യനിര ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു നീക്കം നടപ്പിലാക്കുന്നത്. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി യുവ നേതാക്കൾ സംഘർഷത്തിൽ ഏർപ്പെട്ട രാജ്യസഭാ ഉപാധ്യക്ഷ സീറ്റിലേക്കുള്ള വിഷയത്തിൽ ഇതോടെ തീരുമാനമായി. 245 പേരാണ് രാജ്യസഭയിലെ മൊത്ത അംഗസംഖ്യ. ഇതിൽ 122 അംഗങ്ങളുടെ പിന്തുണ വേണം ഉപാധ്യക്ഷ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ. ഭരണകക്ഷിയായ NDAക്ക് അണ്ണാ DMKയുടെ 14 പേരുടേതടക്കം 106 പേരുടെ പിന്തുണ നിലവിലുണ്ട്. ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകാത്തതിൽ പ്രതിഷേധിച്ച് NDA വിട്ട് TDP ഉൾപ്പെടെ പ്രതിപക്ഷത്തുള്ളത് 117 പേരാണ്. അതിനാൽ തന്നെ മറ്റു പ്രധാന കക്ഷികളായ BJD, TRS, YSR കോൺഗ്രസ് എന്നിവയുടെ പിന്തുണ NDAക്കും പ്രതിപക്ഷത്തിനും നിർണായക ഘടകം തന്നെയാണ്. 9 അംഗങ്ങൾ BJDക്കും, 6 പേർ TRSനും, 2 അംഗങ്ങൾ YSR കോൺഗ്രസിനുമാണുള്ളത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മറ്റു കക്ഷികളുടെ പിന്തുണ ലഭിക്കില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തൃണമൂൽ കോൺഗ്രസിന് സീറ്റ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് MP ഡെറിക് ഒബ്രിയാനാണ് ചർച്ചകൾക്കെല്ലാം നേതൃത്വം നൽകുന്നത്. ഇക്കാര്യത്തിൽ നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലെത്തിയ മമതാ ബാനർജിയുമായി സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ ചർച്ച നടത്തുകയും സമ്മതമറിയിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ രാജ്യസഭാ ഉപാധ്യക്ഷനായ PJ കുര്യന്റെ കാലാവധി അടുത്ത മാസം 1-ന് അവസാനിക്കുകയാണ്. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. നിപ പകർച്ചവ്യാധിക്കെതിരെ വിജയകരമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതിനും കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി സ്ഥാപിക്കുന്നതിനും അഭിനന്ദനം അർപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് ബാൾട്ടിമോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്വീകരണം നൽകുന്നു. ജൂലൈ 6-നാണ് സ്വീകരണം. സ്വീകരണത്തിനായി ഫൊക്കാന കൺവെൻഷനിലെത്തുന്ന മുഖ്യമന്ത്രിക്കൊപ്പം ആരോഗ്യമന്ത്രി KK ശൈലജയും ഉണ്ടാകും.